നോവയുടെ കുറഞ്ഞ ബഡ്ജറ്റ് ലെവലിൽ വരുന്ന 2 ട്രിമ്മറുകളാണ് നോവ NHT 1074, NHT 1076. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. രണ്ടും സെയിം പ്രൈസിൽ വരുന്ന പ്രൊഡക്റ്റാണ്, സെയിം സ്പെക്ക് തന്നെയാണ് രണ്ടിനും വന്നിട്ടുള്ളത്. ആകെ ഒരു മാറ്റം എന്ന് പറയാനുള്ളത് ചാർജിങ് പോർട്ടിൻ്റെ ഈ ഒരു മാറ്റം മാത്രമാണ് ഇത് രണ്ടും തമ്മിൽ വരാനുള്ളത്. ഒരു 300 രൂപ മുതൽ 450 രൂപ വരെ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങളൊരു ട്രിമ്മർ അന്വേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഈ കാണുന്ന ബോക്സിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് NHT 1074 എന്ന പ്രൊഡക്റ്റാണ്. ഇതാണ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് ഞാൻ 1 ഇയർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ യൂസർ മാനുവൽ വരുന്നുണ്ട്. ട്രിമ്മറൊന്ന് മാറ്റി വെക്കാം. കൂടെ ഒരു ബ്രഷ് വന്നിട്ടുണ്ട്, ഓയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള 3 അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പുകളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. അതായത് 3mm, 6mm, 9mm ഇങ്ങനെ 3 ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പുകൾ വരുന്നുണ്ട്. പിന്നീട് ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. മൈക്രോ USB ചാർജിങ് കേബിളാണ് വന്നിട്ടുള്ളത്. 5 വോൾട്ട് 1 ആംപിയറാണ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ട്രിമ്മർ ഒന്ന് എടുത്ത് നോക്കാം. ഈ രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പ്ലാസ്റ്റിക് ബോഡിയാണ്. മുൻഭാഗം വന്നിട്ടുള്ളത് സ്റ്റൈൻലെസ് സ്റ്റീലാണ്. ഗ്ലോസി ഫിനിഷിലുള്ള പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിട്ടുള്ളത്. പിറകു ഭാഗത്തായിട്ടാണ് ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത്. മൈക്രോ USB ചാർജിങ് പോർട്ടാണ്. 5 വോൾട്ട് 1 ആംപിയറാണ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു LED ഇൻഡിക്കേഷൻ ലൈറ്റ് വന്നിട്ടുണ്ട്. സിംഗിൾ സ്പീഡ് മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് ഓൺ ആൻഡ് ഓഫ്, അല്ലാതെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. ഇവിടെ ഒരു ഗ്രിപ്പ് കിട്ടാനുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് ഓക്കെയാണ്. കാരണം ഞാനിത് 300 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഇപ്പോൾ ഇതിന് വില കാണിക്കുന്നത് 450 ആണ്. 450നും ഈ ഒരു പ്രൊഡക്റ്റ് വാല്യൂ ഫോർ മണി തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പുകൾ കണക്ട് ചെയ്യേണ്ടത്. ഞാൻ 1 ഇയർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ ഇതിന് പ്രൈസ് കാണിക്കുന്നത് 450 ആണ്. എന്നിരുന്നാലും ഓഫർ പ്രൈസിൽ ഇത് 300 രൂപയ്ക്ക് കിട്ടാറുണ്ട്. ഇത് വന്നിട്ട് NHT 1076. ഇതാണ് ഞാൻ 1 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാർജിങ് കേബിളിൻ്റെ മാറ്റം മാത്രമേ ഇത് രണ്ടും തമ്മിൽ വരുന്നുള്ളൂ. അതായത് ഇത് നമുക്ക് ഡയറക്റ്റ് പ്ലഗിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ചാർജർ അഡാപ്റ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. സെയിം ബാറ്ററി ബാക്കപ്പ്, സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാത്രമേ ഇത് രണ്ടും തമ്മിൽ മാറ്റമായിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. രണ്ടും ഒരേ ഡിസൈന് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഒരു മാറ്റം രണ്ടും തമ്മിലില്ല. രണ്ടിൻ്റെയും ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഇവന്മാർ ബോക്സിന് കൊടുത്തിട്ടുള്ളത് 45 മിനിറ്റിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. അത്ര കിട്ടുന്നില്ല. ഒരു 25 മിനിറ്റ് ടു 30 മിനിറ്റാണ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. നിങ്ങളൊരു സിംഗിൾ യൂസറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം പറയാനുള്ളത് ചാർജിങ് ടൈം എന്നത് 8 മണിക്കൂർ എന്നാണ് അവന്മാർ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കത്തുന്ന LED ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. അത് ചാർജ് ഫുള്ളായാലും ഓഫ് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ചാർജ് ഫുള്ളായോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാനൊരു ഏകദേശം ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് പ്ലഗ് ഓഫ് ചെയ്തുള്ളൂ. അത്രയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണോ എന്ന് വെച്ചാൽ ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ഈ 2 പ്രൊഡക്റ്റുകളുടെയും പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.